റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന ഏജൻസികൾ കേരളത്തിൽ വ്യാപകം. സ്വകാര്യ കമ്പനികളിലേക്കെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിയാണ് തട്ടിപ്പ്. കംബോഡിയയിൽ മനുഷ്യക്കടത്തിനിരയായി രക്ഷപ്പെട്ട മലയാളി യുവാവിന്റേതാണ് വെളിപ്പെടുത്തൽ. ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവാവിനെ കൊണ്ടുപോയത്. തിരുവനന്തപുരം സ്വദേശി മൻസാദ് അയ്യൂബാണ് ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ വാങ്ങിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഷോക്ക് ഏൽപ്പിച്ചെന്നും മനുഷ്യരെ കൊലപ്പെടുത്തുന്നത് കൺമുന്നിൽ കണ്ടെന്നും യുവാവ് റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി. കേൾക്കാം. എൻ്റെ ഒരു പരിചയത്തിലുള്ള സുഹൃത്ത് വഴിയാണ് ഞാൻ കംബോഡിയയിലേക്ക് പോകുന്നത്. അളിയൻ്റെ ഒരു ഇൻഷുറൻസിൻ്റെ കമ്പനിക്ക് ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് ഞാൻ കംബോഡിയയിലേക്ക് പോകുന്നത്. പക്ഷേ അത് അവിടെ എത്തിയപ്പോഴാണ് എനിക്കത് ഒരു ഇൻഷുറൻസ് കമ്പനിയല്ല, അതൊരു സ്കാമിങ് കമ്പനിയാണ്, ഒരു മനുഷ്യക്കടത്താണെന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ ഈ ഏജൻറ്റിന് അവിടെ നിന്നൊരു 3 ലക്ഷം രൂപ എന്നെ അവിടെ എത്തിച്ചതിന് കൊടുത്തിട്ടുണ്ട്. 1 വർഷം ജോലി എടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർ പുറത്തേക്ക് വിടും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നാട്ടിൽ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെടുക ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടുന്ന് അങ്ങനെ ചെയ്ത ആൾക്കാർ പിന്നെ അവിടുന്ന് കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് അവിടെ പറയണത്. അവർ കൊന്നുകളയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്ത സമയത്ത് എനിക്കവിടെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെടുകയാണെന്ന് പറഞ്ഞ സമയത്താണ് എനിക്കവിടെ കൂടുതൽ പീഡനങ്ങൾ വന്നത്. ഇലക്ട്രിക് ഷോക്ക് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഒറ്റ ദിവസം എനിക്ക് ഷോക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ ഞാൻ തീർന്നു പോയിന്. വേറെ മർദ്ദനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു ടീം വരും, കാര്യങ്ങൾ ചോദിക്കും, നീ അവിടെ കോൺടാക്ട് ചെയ്തെന്നോ ഫോൺ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കോൺടാക്റ്റും വാട്സപ്പ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അതിലെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അടിക്കും. മുബഷിപ്പി അക്ബർ ഉണ്ട്. മുബഷിപ്പി അക്ബർ, യഥാർത്ഥത്തിൽ മനുഷ്യക്കടത്ത് മാഫിയ ഇവിടെ സജീവമാണല്ലേ കംബോഡിയയിലേക്ക്? തീർച്ചയായും അരുൺകുമാർ, മനുഷ്യക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്ന ഏജൻസികൾ കേരളത്തിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ യുവാവിന്റെ വെളിപ്പെടുത്തൽ അടിവരയിടുന്നത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഏകദേശം 3 ലക്ഷത്തോളം രൂപ വാങ്ങിയതിനു ശേഷം 24 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവിന് കംബോഡിയയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് യുവാവ് അവിടെ എത്തിച്ചേരുന്നത്. ഈ തുക വാങ്ങിയതിനു ശേഷം അവിടെ നിന്ന് മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അവിടെ ജോലി നൽകുമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. അവിടെ എത്തിയതിനു ശേഷം പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള വ്യക്തി 24 വയസ്സുള്ള യുവാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് ഒരു ചൈനീസ് കമ്പനിയിലേക്കാണ് ചെന്ന് അകപ്പെടുന്നത്. അവിടെ വെച്ചാണ് തട്ടിപ്പിനിരയായതായി യുവാവ് തിരിച്ചറിയുന്നത്. പൂർണ്ണമായിട്ടും മനുഷ്യക്കടത്താണ് അവിടെ സംഭവിച്ചത്. ഈ പാകിസ്ഥാനി വ്യക്തിയിൽ നിന്നും ചൈനീസ് കമ്പനി ഇയാളെ വാങ്ങുകയായിരുന്നു. ഏജന്റായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിക്ക് ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ഇവർ കൈമാറിയത് എന്നുള്ളതാണ് യുവാവ് വെളിപ്പെടുന്നത്. പിന്നീട് അവിടെ നിഷ്ഠൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ് യുവാവ് വ്യക്തമാക്കുന്നത്. നിരവധി മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വ്യാജ സൈബർ തട്ടിപ്പ് സംഘങ്ങളിൽ കമ്പനിയിൽ പ്രവർത്തിക്കാനായിരുന്നു യുവാവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. ഇൻഷുറൻസ് കമ്പനിയിൽ പ്രവർത്തിക്കാനെന്ന വ്യാജാനെ കൊണ്ടുപോയി സ്ത്രീകളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഇന്ത്യയിലെ വിവിധ സമൂഹ അക്കൗണ്ടുകൾ വഴി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന കമ്പനിയിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. അതിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തു പറയാൻ കഴിഞ്ഞിരുന്നില്ല. വ്യാജ പേരുകളിലായിരുന്നു അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത്. ചൈനയിലെ ചില ആളുകൾ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. മനുഷ്യക്കടത്ത് നടത്തി ഈ സൈബർ തട്ടിപ്പുകൾ അവിടെ വ്യാപകമായി നടത്തുന്നു എന്നുള്ളതാണ് യുവാവ് പറയുന്നത്. ഇപ്പോഴും 100 കണക്കിന് മലയാളികളാണ് ഈ ഒരു കമ്പനിയിൽ അകപ്പെട്ട് കിടക്കുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഘട്ടത്തിൽ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് യുവാവ് വെളിപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനെ കൺമുന്നിലിട്ട് കൊലപാതകം ചെയ്യുന്നതുൾപ്പെടെ കണ്ടു എന്നും യുവാവ് പറയുന്നുണ്ട്. പിന്നീട് ഇന്ത്യൻ എംബസി വഴിയാണ് യുവാവ് തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ IB ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കംബോഡിയയിലേക്ക് ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്ത് നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെയും നമ്മൾ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ വെച്ച് വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ മലയാളികൾ നടത്തുന്ന ഏജൻസികൾ മനുഷ്യക്കടത്തിന് വേണ്ടി കംബോഡിയയിലേക്ക് ആളുകളെ അയക്കുന്നതായിട്ടാണ് ഈ ഒരു സംഭവം അടിവരയിടുന്നത്. അരുൺകുമാർ, താങ്ക് യു. മുബഷിപ്പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.